പിന്നെ അമ്മയുടെ മോളെ ഞാൻ ഇനി മുതൽ വാവക്കുട്ടീന്നേ വിളിക്കും. വാവക്കുട്ടി വന്നു, വാവക്കുട്ടി വന്നു. ആ ശില്പേ, നിന്റെ ഭാവി ഭർത്താവിനെ വിളിച്ചോണ്ട് നീ അകത്തേക്ക് പോ. വാവക്കുട്ടി പിടിക്ക്, പിടിക്ക്. തന്നോളൂ വാവക്കുട്ടി. എടോ, അയൽക്കാരുടെ മുമ്പിൽ വെച്ച് കൂടുതൽ ഷോ കാണിച്ചാലേ ഇനി എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് 8ന്റെ പണിയായിരിക്കില്ല, 88ന്റെ പണിയായിരിക്കും. എന്ത് വരുമോനെ? വാവക്കുട്ടി എന്നെ പിടിച്ചില്ല. അതെ, പുറത്ത് അയൽവക്കത്തെ അമ്പിയെ മറ്റൊക്കെ ഇരിക്കല്ലേ, താലി കേറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് ഈ നാണം. വീടിനകത്ത് കയറി കഴിഞ്ഞാ അവൾ നിന്നെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാവും. വാ, നടക്ക് നടക്ക്. സൂക്ഷിച്ച് പിടിച്ചു. നടന്നോ? എനിക്ക് തീരെ വയ്യ, എന്റെ ശരീരം മുഴുവൻ വേദനയാ. വിഷമിക്കാതെ, നമ്മളിങ് എത്തിയില്ലേ. ഇനി നിന്നെ ശില്പ പൊന്നുപോലെ നോക്കിക്കോളൂ. എന്റെ ദൈവമേ, അത് മാത്രം എനിക്കൊരു ആശ്വാസം. ശില്പേ, എടീ ശില്പേ. അവള് വരില്ല. ഓയ്, വിളിച്ചോണ്ട് വാടി നിന്റെ മോളെ. വെറുതെ ഇവിടെ നിന്ന് ബഹളം വെക്കരുത്. ഇയാളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം. ഇയാളുടെ വീട്ടിൽ ആരും ഇല്ലെങ്കിലേ ഹോം നേഴ്സിനെ വെച്ച് നോക്കണം. ഓ എടി, നമ്മുടെ മോളിവിടെ ഉള്ളപ്പോ പുറത്തുനിന്നൊരു ഹോം നേഴ്സിന്റെ ആവശ്യം ഇല്ല. അവള് തന്നെ ഇവരെ ശുശ്രൂഷിച്ചാ മതി. അല്ലേലും ഞാൻ ഈ അവസ്ഥയിലായതിന്റെ കാരണക്കാരി ശില്പക്കുട്ടിയല്ലേ. അപ്പൊ പിന്നെ അവള് തന്നെയല്ലേ എന്നെ ശുശ്രൂഷിക്കേണ്ടത്. അതല്ലേ അതിന്റെ ന്യായം. ന്യായം നിന്റെ ഭാഗത്താ മരുമോനെ. അതുകൊണ്ട് തന്നെയല്ലേ അച്ഛൻ നിന്നെ ഇവിടോട്ട് തന്നെ വിളിച്ചോണ്ട് വന്നത്. എന്റെ അച്ഛ നന്ദി, അമ്മയ്ക്കും നന്ദി, എന്റെ ശില്പക്കുട്ടിക്ക് 1000 നന്ദി. അവളുടേതല്ലാത്ത കാരണം കൊണ്ട് കല്യാണം മുടക്കുമെന്ന അവൾ എന്നെ വെല്ലുവിളിച്ചത്. ഇനി എങ്ങനെ അവൾ ഈ കല്യാണം മുടക്കുമെന്ന് എനിക്കൊന്ന് കാണും. എടി ശില്പേ, ഞാൻ വിളിച്ചത് കേട്ടില്ലടി. ഇറങ്ങി വാടി. ശില്പേ, വാവേ. അയ്യോ അച്ഛ, വാവക്കുട്ടി വന്നില്ല. എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. എടി ശില്പേ, ഇറങ്ങി വാ. എന്തിനാ വിളിച്ചേ? എന്തിനാന്നോ? ഇവനെ ഒന്ന് താങ്ങി പിടിക്കാൻ പറഞ്ഞപ്പോ നീ എന്താ അനുസരിക്കാതിരുന്നേ? മറുപടി പറടി. അയ്യോ അച്ഛ, വേണ്ട. വാവക്കുട്ടിയെ വഴക്ക് പറയല്ലേ, അതെനിക്ക് സഹിക്കത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ശുശ്രൂഷിക്കാൻ വാവക്കുട്ടിക്ക് നാണം കാണും. എന്തായാലും ഞാൻ അകത്തേക്ക് വന്ന സ്ഥിതിക്ക് ഇനി ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്ന ഇവളുടെ തള്ളയ്ക്ക് കൊള്ളാം. ഈ വീട്ടില് ശിവൻ ഒരു കുറവില്ലാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാ. അതിലൊരു മാറ്റവും വരാൻ പാടില്ല. വന്നാൽ എന്നെ അറിയാലോ, നിന്റെ ഓരോ തെറ്റിനും അനുഭവിക്കുന്നത് ഇവളായിരിക്കും. ഇല്ലെങ്കിലേ ഇങ്ങനെ അങ്ങ് തീർക്കും ഞാൻ. ഞാൻ അനുസരിക്കാം. അങ്ങനെ വഴിക്കുവാ എന്റെ മോളെ. എടാ മരുമോനെ, ഇനി നീ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. നിന്റെ ശില്പക്കുട്ടി അനുസരിക്കും. അത് മതി അച്ഛ. ആദ്യം ശിവേട്ടനെ താങ്ങി അകത്ത് കൊണ്ടുപോയി കിടത്ത്. വാവക്കുട്ടി. അയ്യോ, കാലിന് പ്ലാസ്റ്റർ ഇട്ടതായതുകൊണ്ട് എനിക്ക് തനിയെ നടക്കാൻ വയ്യ. അതാ അച്ഛ. വന്ന് പിടിക്കടി. വാവേ.
വാവേ എവിടെയാ നമ്മുടെ ഭാവി മണിയറ? പയ്യെ നടക്കണേ. അയ്യോ വീഴല്ലേ വാവേ. ശിവനും ശക്തിയും ചേർന്ന പോലുണ്ട്. എത്ര നിർവൃതികരമായ കാഴ്ച! ഓ എന്തൊരു മാസ്! ഓ എനിക്ക് സമാധാനമായി. ഓ അയ്യോ കാല് കാല്. അയ്യോ പയ്യപ്പോ പയ്യപ്പോ. അയ്യോ എന്റെ ഓ അയ്യോ ഇങ്ങോട്ടിരിക്കേ. അയ്യോ വാവേ എന്റെ ശിവേട്ടന്റെ വാവേ ഇരിക്ക്. തന്റെ സൂക്കേടൊക്കെ എനിക്ക് മനസ്സിലായി. അതൊക്കെ തന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി, എന്റെ അടുത്ത് ഇറക്കണ്ട. അങ്ങനെ പറയാതെ മോളെ, നമുക്ക് സേവ് ദ ഡേറ്റ് വീഡിയോ എടുക്കണ്ടേ? വാ, ഈ പ്രകൃതി രമണീയമായ ഈ റൂമിൽ വെച്ച് തന്നെ നമുക്ക് വീഡിയോ എടുക്കാം. താൻ ഒരു ഡേറ്റും സേവ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഞാൻ തന്നെ ഒരു കാലത്തും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. എങ്കിലേ അച്ഛൻ നമ്മുടെ പാവ അമ്മയെ കൊല്ലും.